ദാമോദർ പ്രസാദ്, ഇതിപ്പോ വിദ്യാഭ്യാസ സംവിധാനത്തിനുള്ളിൽ നിന്ന് നമുക്ക് ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി എന്നൊന്നുണ്ടോ? കാരണം അപ്പുറത്ത് നിൽക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളാണ് എന്നുള്ളത് കൊണ്ട്. മാധു, ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ക്യാമ്പസ് മാത്രമായിട്ട് ലഹരി മുക്തമാകാൻ പോകുന്നില്ല. ഈ ക്യാമ്പസിൽ നമ്മൾ ഇത് റെയ്ഡ് ചെയ്ത് പിടിച്ചു എന്നത് വിദ്യാർത്ഥിയിൽ നിന്ന് പിടിച്ചു എന്ന് പറയുമ്പോൾ അത് ക്യാമ്പസിനകത്ത് ഉൽപ്പാദിപ്പിച്ചത് എല്ലാവർക്കും അറിയാം. ഇത് പുറത്തുനിന്ന് വരികയാണ്. ഈ പുറത്തുനിന്ന് വരുന്നത് വലിയൊരു മാഫിയ സംഘം ഇതായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അത് മലയാളികളാണോ കേരളീയരാണോ അതിൻ്റെ പുറത്ത് വലിയ സംഘമാണോ? ഇത് നേരത്തെ നമ്മുടെ പോലീസ് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ അകത്ത് വലിയ സാമ്പത്തിക താല്പര്യമുണ്ട്. അതിന് രാഷ്ട്രീയ പ്രൊട്ടക്ഷൻ ഒരു പക്ഷേ ഉണ്ടായിരിക്കാം. ഞാനിത് പറയുമ്പോൾ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് കുറ്റം പറയാതിരിക്കുന്നത്, രാഷ്ട്രീയ പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കും, പലതരത്തിലുള്ള പിന്തുണ ഉണ്ടായിരിക്കാം. എൻ്റെ ക്യാമ്പസ് മാത്രമായിട്ട് ഒരു കാലത്തും ഇത് നിർമുക്തമാകില്ല. അപ്പോൾ ക്യാമ്പസിലേക്ക് ഇത് എത്തുന്നത് മറ്റ് സ്രോതസ്സുകൾ. അപ്പോൾ ക്യാമ്പസിനെ ദുരുപയോഗപ്പെടുത്താനും ക്യാമ്പസ് ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആസൂത്രിതമായിട്ടൊരു പദ്ധതി ഇതിൻ്റെ അകത്തുണ്ട്. ആസൂത്രണം എന്ന് ഞാൻ പറയുന്നത് വളരെ ബോധപൂർവ്വം ഒരു മാഫിയൻ്റെ പുറത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അത് തടയാൻ പറ്റും. അപ്പോൾ നമ്മളെന്താ ക്യാമ്പസ് റെയ്ഡ് ചെയ്യുന്നത് വാർത്തയാവുന്നു, വിദ്യാർത്ഥികൾക്ക് കുറ്റക്കാരും വിദ്യാർത്ഥി സമൂഹത്തെ നമ്മൾ കുറിച്ച് അപലപിക്കുന്നു, വിദ്യാർത്ഥികൾക്ക് പ്രശ്നമാണെന്ന് പറയുന്നു, നമ്മൾ വിശദമായി ചർച്ച നടത്തുന്നു, വിദ്യാർത്ഥികൾ നന്നാക്കാനുള്ള ബോധവൽക്കരണ പരിപാടികളെക്കുറിച്ച് പറയുന്നു. പക്ഷേ അതുകൊണ്ട് തീരുന്നതല്ല കാര്യം. ക്യാമ്പസിലല്ലാതെ നിർമ്മിക്കപ്പെടുന്നത് ക്യാമ്പസിലേക്ക് എത്തിച്ചേരണം. അപ്പോൾ ക്യാമ്പസിൽ എത്തിച്ചേരുന്നതിന് പിന്നിൽ വലിയ പ്രവർത്തനം നടക്കുന്നുണ്ട്. അത് കേരളത്തിനകത്ത് മാത്രം നടക്കില്ല, വലിയ സംവിധാനം. അതിനെ ചെറുക്കാനാണ്. അവിടെയാണ് ലോ ആൻഡ് ഓർഡർ. അല്ലാണ്ട് ക്യാമ്പസിനകത്ത് കയറി റെയ്ഡ് ചെയ്ത് ഈ ഡാൻസ് ഓഫ് ഒക്കെ കാണിക്കുന്ന ഞങ്ങളെന്തോ വലിയ സംഭവം കാണിച്ചു എന്നുള്ള വിഷ്വൽസ് ഒന്നും അത്ര സ്വീകാര്യമായിട്ട് എനിക്ക് തോന്നില്ല. അത്ര ഈ റെയ്ഡ് നടത്തിയിട്ട് ഭയങ്കര സംഭവം നടത്തി. ഞാൻ പറഞ്ഞത് അത് മോശമാക്കാൻ വേണ്ടി പറയല്ല, അതൊന്നല്ല അതിൻ്റെ അകത്ത് കാര്യം. പുറത്താണ് നടക്കുന്നത്, അവർക്കും അറിയാം. ഒരുപക്ഷെ അവർക്കും ഭയം ഉണ്ടായിരിക്കും. കാര്യം എന്തും ചെയ്യാൻ കെൽപ്പുള്ളവർ, ഇപ്പോൾ നേരത്തെ അദ്ദേഹം പറഞ്ഞു SP കൊല്ലാൻ ശ്രമിച്ചു, എന്തും ചെയ്യാൻ കേൾപ്പുള്ള ആയിട്ടുള്ള ആൾക്കാരും എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരും രാഷ്ട്രീയ സംരക്ഷണം വലിയ ഇതുപോലെ മാഫിയ ഈ ക്യാമ്പസിൻ്റെ പുറത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവരാണ് ഇതിൻ്റെയൊക്കെ പ്രധാന കുറ്റക്കാർ. അവരെ കൈകാര്യം ചെയ്യാൻ നമുക്ക് പറ്റാത്തോളം കാലം നമ്മുടെ വിലാപങ്ങൾ, നമ്മുടെ ഇതുപോലെ കുറിച്ച് നമ്മൾ നടത്തുന്ന ഇതുപോലെ സങ്കടങ്ങൾ, നമ്മുടെ പരിദേവനങ്ങൾ, കുട്ടികളെ നന്നാക്കാൻ ബോധവൽക്കരണ ഒരു പ്രസക്തിയുമില്ല. കുട്ടികൾ ഒറ്റയ്ക്കൊന്നും ചെയ്യുന്നില്ല, അവർക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നില്ല, അവരല്ല. അപ്പോൾ അവരിലേക്ക് എത്താനും അവരിലേക്ക് എത്തിക്കാനും അവരെ ഉപയോഗിക്കാനും നടക്കുന്ന വലിയ സംവിധാനമുണ്ട്. ആ സംവിധാനം നടത്തുന്ന ആരാണെന്നുള്ള കാര്യം നമുക്ക് അന്വേഷിക്കേണ്ടതുണ്ട്. അത് ഒരുപക്ഷേ ഈ എക്സൈസ് ഉദ്യോഗസ്ഥന്മാർക്ക് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ വളരെ കൃത്യമായിട്ട് ഏറെക്കുറെ അറിയണം. പക്ഷേ അവർക്കും അപ്പുറമാണ് അതിൻ്റെ അകത്ത് സംഭവം. അതിനെ തടയാനുള്ള സംവിധാനം കേരളത്തിൽ ഒരുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചർച്ച ഇവിടെ കൊണ്ട് തീരില്ല. ഇത് ആവർത്തിക്കും ചർച്ച. കുട്ടികളെ മാത്രമായിട്ട് രക്ഷപ്പെടുത്താൻ പറ്റില്ല. ക്യാമ്പസിലല്ലാതെ നിർമ്മിക്കുന്ന, ക്യാമ്പസിൽ മാത്രമായിട്ട് സംഭവിക്കുന്നില്ല. ലോകമെമ്പാടും ആഴത്തിൽ വേരുപിടിച്ച ലഹരി മാഫിയ നമ്മുടെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളിലടക്കം അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലടക്കം നിരന്തരം നടക്കുന്ന വേട്ടകൾ, റെയ്ഡുകൾ, ഈ കണ്ടെത്തലുകൾ, കുറ്റകൃത്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പിടിയിലാക്കുന്ന ക്രിമിനലുകൾ, ഈ പറയുന്ന സംവിധാനമാകെ ആഴത്തിൽ വേദനിപ്പിക്കുന്ന നമ്മുടെ പുതിയ തലമുറ, ഇതൊക്കെ നമ്മുടെ മുന്നിൽ യാഥാർത്ഥ്യമായി നിൽക്കുകയാണ്. നമ്മുടെ മുന്നിലേക്ക് കളമശ്ശേരി കോളേജിലെ സംഭവ വികാസം ഒരു വലിയ കാര്യമായി വരുമ്പോൾ അതിനപ്പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പൊളിറ്റിക്കൽ പോർവിളികൾക്കപ്പുറത്ത് നമുക്കൊരു ജാഗ്രത കൂടി വേണം എന്നൊരു തിരിച്ചറിവ് കൂടി സമൂഹത്തിന് വേണ്ടതുണ്ട്.